ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ചേട്ടൻ്റെ മുഖം അല്ലാതിരിക്കുന്നല്ലോ എന്നിങ്ങനെ ശേഖരൻ പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല. അത് കണ്ടിട്ട് അംബിക പറയാം, ശരിയാ ശേഖരൻ പറഞ്ഞത് ശരിയാ, നിൻ്റെ മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. എന്ത് പറ്റി പ്രതാപ? നിനക്കെന്തോ ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ. ഇല്ല ചേച്ചി, നിങ്ങൾക്കൊക്കെ വെറുതെ തോന്നുന്നതാ. അപ്പോൾ യാമിനി പറയുക, ജോലി തിരക്കല്ലേ, ചിലപ്പോഴതുകൊണ്ടായിരിക്കും. യാമിനി പറഞ്ഞതാണ് സത്യം എന്നിങ്ങനെ പ്രതാപൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്കങ്ങോട്ട് സരസ്വതി അമ്മ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ സരസ്വതി അമ്മ അങ്ങോട്ട് വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി പ്രതാപനും ശേഖരനും യാമിനി എല്ലാം ഇങ്ങനെ സരസ്വതി അമ്മയെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അംബികയുടെ മുഖം മാത്രം പെട്ടെന്ന് കടന്തൽ കുത്തിയ പോലെയായി. പ്രതാപൻ സരസ്വതി അമ്മയോട് പറയുന്നു, അമ്മ ഇങ്ങോട്ട് ഇരിക്കുക. അമ്മ തീർത്ഥാടനമായിട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി നടന്നെന്ന് തോന്നുന്നല്ലോ. ഇല്ല പ്രതാപ, എല്ലായിടവും ഒന്നും പോയില്ല, മൂകാംബികയിലായിരുന്നു. പിന്നെ തിരിച്ചു വരുന്ന വഴിയിൽ ഗുരുവായൂരിലും ഒന്ന് കയറി തൊഴുതു. അങ്ങനെ യാമിനിയുടെ കയ്യിലോട്ട് സരസ്വതിയമ്മ മൂകാംബികയിലെയും ഗുരുവായൂരിലെയൊക്കെ പ്രസാദം കൊടുക്കുന്നുണ്ട്. എന്താ പ്രതാപ, പ്രതാപനെ കണ്ടിട്ട് എന്തോ ക്ഷീണം പോലെ തോന്നുന്നുണ്ടല്ലോ. അപ്പോഴംബികയും പറഞ്ഞു, ഇതേ ചോദ്യം തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ ചോദിച്ചോണ്ടിരുന്നത്. പക്ഷെ ഒന്നുമില്ലെന്നാ ഇവൻ പറയുന്നത്. അപ്പോൾ പ്രതാപൻ പറയാം, അമ്മേ എനിക്കൊന്നുമില്ലമ്മേ, എനിക്കൊരു ക്ഷീണവും ഇല്ല. ഇന്ന് ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്തു, ഒരുപക്ഷെ അതിൻ്റെ ക്ഷീണമായിരിക്കും. അല്ലമ്മേ, സൂര്യമംഗലത്ത് എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം പ്രതാപ? പതിവ് പോലെ തന്നെ. അവിടെ പണിക്കാരുമുണ്ട്, പിന്നെ കുറുപ്പുമുണ്ട്. പിന്നെ യാമിനി, രാജുവിനും ഋതുമോൾക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബൈക്കിൽ രാജുവും ഋതികയും അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഋതികയെ കണ്ടതും വളരെ സന്തോഷത്തോടെ സരസ്വതിയമ്മ മോളേന്ന് വിളിച്ചുകൊണ്ട് പോയി ഋതികയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുവാണ്. എന്നാൽ ഋതുവിൻ്റെ മുഖത്ത് അമ്മാമ്മയെ കണ്ട ഒരു സന്തോഷമോ സ്നേഹമോ ഒന്നും കാണുന്നില്ല. ഋതു ഒരു ദേഷ്യത്തോടെ നിൽക്കുക. ഇതെല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഋതികയെ. ഋതികയുടെ കവളിൽ പിടിച്ചുകൊണ്ട് സരസ്വതിയമ്മ ചോദിക്കുന്നു, അല്ല മോക്കിതെന്തു പറ്റി? എന്താ മോൾ വല്ലാതിരിക്കുന്നത്? ഋതികയുടെ മുഖം വാടിയിരിക്കുന്നത് അംബിയെ കണ്ടിട്ട് അംബിയയ്ക്ക് സന്തോഷമാണ് തോന്നുന്നത്. എന്തോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതാണ് അവൾ ഇത്രയും കടുപ്പിച്ച് മുഖം വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ മോളെ എന്ന് സരസ്വതിയമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട്. ഋതിക ഒന്നും മിണ്ടുന്നില്ല. യാമിനിയും ചോദിക്കുന്നു, എന്താ മോളെ, മോക്ക് എന്താ പറ്റിയത്? മോള് കുറച്ച് ദിവസത്തിന് ശേഷമല്ലേ അമ്മാമ്മയെ കണ്ടത്, എന്നിട്ട് എന്താ മോൾക്കൊരു സന്തോഷമില്ലാത്തത്? അപ്പോൾ ഋതിക പെട്ടെന്ന് ദേഷ്യത്തോടെ തന്നെ പറയുവാണ്, എനിക്ക് സംസാരിക്കാനുള്ളത് അച്ഛനോടാണ്. ഋതിക അങ്ങനെ പറഞ്ഞപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, അല്ല നിനക്ക് എന്ത് കാര്യം ചോദിക്കാനുണ്ട്? എനിക്ക് ചില കാര്യങ്ങൾ അച്ഛനിൽ നിന്ന് തന്നെ അറിയാനുണ്ട്. പെട്ടെന്ന് പ്രതാപൻ സംശയത്തോടും ഇങ്ങനെ ആലോചിക്കുക, ഇനി എൻ്റെ രോഗവിവരം വല്ല ഇവൾ അറിഞ്ഞോ? ഇതെങ്ങനെ അറിഞ്ഞു? എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല എന്നിങ്ങനെ പ്രതാപൻ പറയുവാണ്. അങ്ങനെ പ്രതാപൻ എഴുന്നേറ്റ് പോകാനൊരുങ്ങുമ്പോൾ പെട്ടെന്ന് ഋതിക മുന്നോട്ട് വന്നെന്ന് പ്രതാപനെ തടയുവാണ്. ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നോക്കി നിൽക്കുവാണ്. ഋതികയുടെ ആ ഭാവവ്യത്യാസമൊക്കെ കണ്ടിട്ട് പ്രതാപനും ഇങ്ങനെ നോക്കുവാണ്. പ്രതാപനോട് പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിച്ചേ പറ്റൂ. പെട്ടെന്ന് അരികിലോട്ട് ചെന്ന് രാജു ഋതികയെ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ ഇത് എന്നിങ്ങനെ രാജു ചോദിക്കുമ്പോൾ രാജു അങ്ങോട്ട് മാറി നിന്നേ, എനിക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചേ പറ്റൂ. ഋതിക അങ്ങനെ പറഞ്ഞപ്പോൾ രാജു അങ്ങോട്ട് മാറി നിൽക്കുക. സരസ്വതിയമ്മ ചോദിക്കുന്നു, എന്താ മോളെ ഇതൊക്കെ? പ്രതാപൻ അവൻ്റെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോഴിങ്ങോട്ട് വന്നതല്ലേ ഉള്ളു. മോൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് അവൻ്റെ സൗകര്യം അനുസരിച്ച് ചോദിച്ചാൽ പോരെ? പറ്റില്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം തന്നെ ചോദിക്കണം. എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് ഇപ്പം തന്നെ കിട്ടണം. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ സത്യം അറിയണം. അംബിക ഇങ്ങനെ സന്തോഷത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ. പ്രതാപനും അപ്പോൾ പറയുന്നുണ്ട്, എന്താ നിനക്ക് ചോദിക്കാനുള്ളത്? ചോദിക്ക്. അച്ഛൻ എൻ്റെ ചെറുപ്പം മുതലേ എന്നോട് വലിയ അകൽച്ച കാണിച്ചിരുന്നു. എന്നെ അച്ഛൻ പല കാര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തി. എനിക്കൊരച്ഛൻ്റെ സ്നേഹമോ വാത്സല്യമോ അച്ഛൻ തന്നില്ല. എന്നിട്ട് ഋതിക അംബികയുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നു, ഇവരെന്നെ പലതരത്തിൽ ഉപദ്രവിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും അച്ഛൻ അത് കണ്ടിട്ട് അച്ഛനെ എതിർത്തിട്ടില്ല. എന്നിട്ട് അച്ഛൻ ഒരിക്കൽ അച്ഛൻ്റെ മകളല്ല ഞാനെന്ന് വരെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അച്ഛാ, ഞാൻ അച്ഛൻ്റെ മകളല്ലേ എന്നിങ്ങനെ ഋതിക ചോദിക്കുമ്പോൾ എല്ലാവരും ഞെട്ടി മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കുവാണ്. കാണുന്നതൊന്നും വിശ്വസിക്കാനാകാതെ സരസ്വതിയമ്മ ചോദിക്കുന്നു, എന്താ മോളെ ഈ ചോദിക്കുന്നതൊക്കെ? എനിക്കറിയണം, ഞാൻ പ്രതാപവർമ്മയുടെ മകളല്ലേ? ഋതിക ഇങ്ങനെ ചോദിച്ചത് കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ ടെൻഷനോടി സരസ്വതിയമ്മയും അംബികയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. പ്രതാപൻ അപ്പോൾ മനസ്സിൽ ഋതികയെ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ലാളിച്ചതും അപ്പോൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർക്കുവാണ്. എൻ്റെ സ്വപ്നം പോലെ ദൈവം തന്ന കുട്ടിയാണിവൾ, അച്ഛൻ്റെ ഋതിക മോളെ എന്നിങ്ങനെ ലാളിക്കുമ്പോൾ പത്മാവതി ചോദിക്കുന്നു, അല്ല അപ്പോൾ അമ്മയ്ക്ക് ഒരവകാശവും ഇല്ലേ? അത് കേട്ട് ചിരിച്ചുകൊണ്ട് പ്രതാപൻ പറഞ്ഞു, വേണ്ട, അമ്മയ്ക്ക് ഒരവകാശവും വേണ്ട. അങ്ങനെ സന്തോഷത്തോടെ ഋതികയുടെ നെറിയിൽ ചുംബിക്കുമ്പോൾ പത്മാവതി അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പ്രതാപൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക ചോദിക്കുന്നു, എൻ്റെ ചോദ്യത്തിന് എന്താ അച്ഛൻ മറുപടി പറയാത്തത്?
രാജുവാണെങ്കിൽ ഋതികയെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സരസ്വതി അമ്മ എന്തുവാ മോളെ മോളി ചോദിക്കുന്നതൊക്കെ എന്നിങ്ങനെ ചോദിക്കുവാണ്. യാമിനി ഉടനെ ഋതികയോട് പറയുന്നു, വാ മോളെ നമുക്ക് മുറിയിലോട്ട് പോകാം. ചെറിയമ്മ അങ്ങോട്ട് മാറി നിൽക്ക്. ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ് ഋതിക. ഇതിനെനിക്ക് അച്ഛനിൽ നിന്ന് ഉത്തരം കിട്ടണം, കിട്ടിയേ പറ്റൂ. എൻ്റെ ജന്മരഹസ്യം എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇതെൻ്റെ അവകാശമാണ്. അത് കേട്ടിട്ട് അംബിക പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ നിന്നോട് പറയാനേ പ്രതാപന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. ഋതിക ദേഷ്യത്തോട് അംബികയോട് ചോദിക്കുന്നു, സ്വന്തം അച്ഛനല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിന് എന്താ ലിമിറ്റേഷൻസ് വേണ്ടത്? വിശ്വസിക്കാനാകാതെ ശേഖരൻ ചോദിക്കുന്നു, മോളെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നിനക്കിത് എന്തു പറ്റി? അപ്പോൾ സരസ്വതിയമ്മ, മോളെ നീ അകത്തു പോ. നീ ആരോടായി ധിക്കാരം പറയുന്നെന്ന് വല്ലതും നിനക്കറിയാവോ? അറിയാം, അതുതന്നെയാണ് എൻ്റെ പ്രശ്നവും. ഇത് ഈ നിൽക്കുന്ന ആള് എൻ്റെ ആരാണെന്നറിയാനുള്ള അവകാശം. യാമിനിക്കും ദേഷ്യം വരുന്നുണ്ട്. യാമിനി പറയാ, ഋതു ഈ നിൽക്കുന്ന ആരാണെന്ന് നിനക്ക് ഇതുവരെ അറിയില്ലേ? ഇതുവരെ ഞാൻ നിന്നെ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇനി അതോടെ കേൾക്കൂ എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഋതിക പറയുക, ഇതെൻ്റെ ധിക്കാരമായിട്ട് ആരും എന്നെ കരുതരുത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എനിക്കിതെന്നറിയാതെ ഒരു നിവൃത്തിയുമില്ല. ഇതൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുവാണ് അംബിക. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, നീ ഇതിപ്പോൾ ചോദിക്കാനുണ്ടായ കാരണം എന്താ? അതെ, കാരണം ഉണ്ടായി. അപ്പോൾ അംബിക, എന്ത് കാരണമാടി ഉണ്ടായത്? അതെന്താണെന്ന് നിനക്കങ്ങോട്ട് തുറന്ന് പറഞ്ഞുകൂടെ? അപ്പോൾ ഋതിക പറയുക, കാരണം മറ്റൊരാളാ. അച്ഛനറിയാം, അച്ഛൻ്റെ പഴയ ഒരു സുഹൃത്ത്, ഒരു ജഗന്നാഥൻ. ഇത് കേട്ട് ഞെട്ടിയിട്ട് ജഗന്നാഥൻ ചോദിക്കുന്നു, അവൻ നിന്നെ കാണാൻ വന്നോ? എല്ലാവരും ആകെ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. എന്താ അറിയില്ലേ ജഗന്നാഥനെ എന്നിങ്ങനെ പ്രതാപനോട് ചോദിക്കുമ്പോൾ പ്രതാപൻ പറയുന്നു, അറിയാം, അയാൾ എന്നെ കാണാനൊന്നും വന്നില്ല. ഞാൻ അറിയാതെ ഞാൻ അയാളെ കണ്ടുപോയി. അയാൾ മറ്റൊരാളോട് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ അയാളുടെ മകളാണെന്ന് സന്തോഷത്തോടെ അംബിക ഇങ്ങനെ മനസ്സിൽ പറയുക. ദൈവമേ, ഞാൻ പോലും വിചാരിക്കാത്തടത്ത് നീ കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചല്ലോ. ഇനി അച്ഛൻ എന്നോട് പറയണം, ഞാൻ അയാളുടെ മകളാണോ? എന്താ ഋതിയെ എന്നിങ്ങനെ രാജു ചോദിക്കുന്നുണ്ട്. ഋതിയുടെ ഈ ചോദ്യങ്ങളൊക്കെ കേട്ടിട്ട് സരസ്വതിയമ്മ ചോദിക്കുക, എന്തൊക്കെ അവിവേകങ്ങളാ ഈ കുട്ടി വിളിച്ചു പറയുന്നത്? ഋതുമോളെ, നിന്നോട് അകത്ത് പോകാൻ ഞാനാ പറഞ്ഞത് എന്നിങ്ങനെ യാമിനി വീണ്ടും പറയുന്നുണ്ട്. ഇത് തന്നെ നല്ല സന്ദർഭമെന്ന് കരുതിയ പെട്ടെന്ന് അംബിക പറയാ, അവളെന്തിനാ അകത്ത് പോകുന്നത്? അവൾക്കറിയാനുള്ള കാര്യമേ പ്രതാപൻ തന്നെ പറയട്ടെ. എനിക്ക് എൻ്റെ അച്ഛൻ്റെ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണം. പത്മാവതിയുടെ വയറ്റിൽ പിറന്ന ഞാൻ ആ ജഗന്നാഥന്റെ മകളാണോ? അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? അയാൾ പറഞ്ഞതാണ് സത്യം എന്നിങ്ങനെ പ്രതാപൻ വെട്ടിത്തുറന്ന് പറയുവാണ്. അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഞെട്ടിത്തെറിച്ച് രാജുവും ഋതികയും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുവാണ്. എല്ലാവരും ഒരു നിമിഷം നിശ്ചലരായി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അംബിക വളരെ സന്തോഷത്തോടെ ഇരിക്കുവാണ്. പത്മാവതിയുടെ വയറ്റിൽ പിറന്ന നീ എൻ്റെ മകളല്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടെ നിന്ന് പോവുകയാണ്. കണ്ണു നിറഞ്ഞ് സങ്കടത്തോടെ സരസ്വതിയമ്മ പറയുന്നു, എൻ്റെ ഭഗവാനെ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഋതികയെ അങ്ങോട്ട് താഴോട്ടിരുന്ന് പൊട്ടിക്കരയുവാണ്. എല്ലാവരും സങ്കടത്തോടുകൂടി ഇങ്ങനെ ഋതികയെ നോക്കുക. അംബിക മാത്രം സന്തോഷത്തോടെ ഇതെല്ലാം കണ്ട് ഋതികയെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഋതികയെ അപ്പോൾ ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, പ്രതാപൻ സ്നേഹത്തോടെ ഋതികയ്ക്ക് ഭക്ഷണം വാരി കൊടുത്തതും വെള്ളം കൊടുത്തതും എല്ലാം ഇങ്ങനെ ഓർക്കുവാണ്. രാജുവിൻ്റെയും ഋതിയുടെയും വിവാഹം നടത്തി കൊടുത്തതും എല്ലാം ഓർത്ത് ഋതിയെ ഇങ്ങനെ പൊട്ടി കരയുവാണ്. രാജുവും യാമിനിയും ചേർന്ന് ഋതികയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുമ്പോൾ ഋതിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാജുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. ശേഖരനും യാമിനിയും രാജുവും എല്ലാം ഋതിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. റൂമിലോട്ട് ചെന്ന് പ്രതാപൻ ഇങ്ങനെ ആകെ ടെൻഷനോടുകൂടി ഇരിക്കുക. അപ്പോൾ ശേഖരൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ചേട്ടാ, എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തിനാ ചേട്ടാ മോളോട് അങ്ങനെ പറഞ്ഞത്? അതിലെന്താ കുഴപ്പം? അതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചത് പറഞ്ഞത്. സ്വന്തം കുഞ്ഞിനെ പോലെയാണ് ചേട്ടൻ ആ കുഞ്ഞിനെ വളർത്തിയത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചേട്ടൻ അങ്ങനെ പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഹൃദയം തളർത്തിയത് വളരെ മോശമായിപ്പോയി. എനിക്കേ അത് സഹിച്ചില്ല. പിന്നെ ആ കുഞ്ഞിനത് സഹിക്കുവോ? എന്താ നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നതാണോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുക. ഞാൻ എൻ്റെ ഏട്ടനെ ചോദ്യം ചെയ്യുമോ? അതൊരിക്കലും ഇല്ല. ചേട്ടൻ എൻ്റെ രക്ഷകർത്താവ് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. ചേട്ടൻ 99% ശരിയാണ്, പക്ഷേ 1% ശരിയല്ല. അത് ചേട്ടത്തിയോടുള്ള വിശ്വാസത്തിന്റെ കാര്യത്തിൽ. ദേഷ്യത്തോടെ പ്രതാപൻ ശേഖര എന്ന് വിളിക്കുമ്പോൾ ശേഖരൻ പറയുന്നുണ്ട്, ചേട്ടത്തിയെക്കുറിച്ച് ചേട്ടൻ കേട്ട കാര്യങ്ങളൊക്കെ കഥകളാണ്. ആ കഥകളൊക്കെ ഓരോരുത്തരുടെയും ഭാവനകളാണ്, വെറും കെട്ടുകഥകൾ. ആ സങ്കല്പിത കഥകളൊന്നും സത്യമായിരിക്കില്ല ചേട്ടാ. എൻ്റെ അവിവേകം കൂടിപ്പോയെങ്കിൽ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ശേഖരൻ അവിടെ നിന്ന് പോകുമ്പോൾ പ്രതാപൻ ഇങ്ങനെ ആകെ ടെൻഷനോടെ ഓരോന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ഈ സമയത്ത് ഋതികയാണെങ്കിൽ രാജുവിൻ്റെ തോളിൽ ചേർന്നിരുന്ന് കരയുവാണ്. സരസ്വതിയമ്മയും യാമിനിയും ഋതികയെ നോക്കി ഇങ്ങനെ സങ്കടപ്പെടുവാണ്. രാജു പറയുന്നു, ഋതികയെ കരയാതെ. അത് കണ്ടിട്ട് അംബിക പറയാ, ഇനിയും പൂങ്കണ്ണീര് പൊഴിച്ചിട്ട് എന്ത് പ്രയോജനം? നീ അവൻ്റെ അണ്ണാക്കിൽ കൈയിട്ട് കടി മേടിച്ചില്ലേ? നീ തന്നെ സർവ്വതും തുലച്ചില്ലേ? ഇതൊക്കെ നീ അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചല്ലോ. ഇതെല്ലാം വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇപ്പോഴിതെല്ലാവരും അറിഞ്ഞില്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ എൻ്റെ അനിയനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ?
ചങ്ക് തകർന്ന അവൻ അകത്തോട്ട് പോയത്. എൻ്റെ അനിയനെ ഇത്രയും നാളും ആ ചതിയുടെ രഹസ്യം ഉള്ളിൽ ഇങ്ങനെ അടക്കിപ്പിടിച്ച് നടക്കുമായിരുന്നു. ഇന്നത് അവനെ കൊണ്ട് തന്നെ നീ പറയിപ്പിച്ചപ്പോൾ നിനക്ക് സന്തോഷമായില്ലേടി? ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേടി നിന്റെ അമ്മ ഒരിടത്തും സ്ഥാനം ഉറപ്പിക്കാതെ ഇങ്ങനെ മുങ്ങി നടക്കുന്നതിൻ്റെ കാര്യം എന്താന്ന്? ഭർത്താവിനെ ചതിച്ച് മറ്റൊരു പുരുഷൻ്റെ കുട്ടിയെ ഗർഭം ധരിച്ചു. അത് കേട്ട് ഋതിക പൊട്ടിക്കരയുമ്പോൾ പെട്ടെന്ന് സരസ്വതിയമ്മ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ചീ നിർത്തടി. പത്മാവതി സൂര്യമംഗലത്തെ മഹാദേവവർമ്മയുടെയും എൻ്റെയും മകളാ. അവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട്. അതിന് ഞാൻ ഇതുവരെ ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. തമ്പുരാട്ടിയുടെ മരുമകൻ തന്നെയല്ലേ ഇവിടെ എല്ലാവരും കേൾക്ക പറഞ്ഞത്. പറയാൻ അറപ്പും വെറുപ്പും നാണക്കേടുമുള്ള കാര്യം അവനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല എന്നിങ്ങനെ സരസ്വതിയമ്മ പറയുമ്പോൾ അംബിക പറയുക, ശരി തന്നെയാ, നിങ്ങൾ തന്ന ഔദാര്യത്തിലാണ് ഞങ്ങൾ വളർന്നത്. ആ സഹായത്തിലും ഔദാര്യത്തിലും തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടത്. മഹാദേവവർമ്മ സാർ അകമഴിഞ്ഞ് സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടത്. പക്ഷേ എൻ്റെയും എൻ്റെ അനിയൻ്റെയും കഷ്ടപ്പാട് കൊണ്ട് സൂര്യമംഗലത്തിൻ്റെ പ്രശസ്തി ഇരട്ടിയായത് മാത്രമല്ല, മഹാദേവവർമ്മ സാറിൻ്റെ പേര് നിലനിർത്തുകയും ചെയ്തു. പക്ഷേ നിങ്ങളുടെ കോലത്തേക്ക് ഇത്രയും പേരും പ്രശസ്തിയും നേടിത്തന്ന എൻ്റെ അനിയൻ്റെ ജീവിതം എന്തായി? അവൻ തകർന്നില്ലേ? അവൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടില്ലേ? അവന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കുട്ടിയാണ് ഗർഭം ധരിച്ചതെന്നുള്ള ദുഷ്പേരും കിട്ടിയില്ലേ? ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ അറിയാത്തവൻ പൊതുജനങ്ങളുടെ കാര്യം എങ്ങനെ പരിഹരിക്കുമെന്ന് നാട്ടുകാരെ കൊണ്ട് ചോദിപ്പിച്ചില്ലേ? അവൾ എൻ്റെ ആങ്ങളയോട് ചെയ്ത ദ്രോഹം സഹിക്കാൻ പറ്റുന്നതാണോ? വഞ്ചകിയായ അവളുടെ അവിഹിതത്തിലുണ്ടായ കുട്ടിയെ അവൻ സ്വന്തം കുട്ടിയായി ഇത്രയും നാൾ വളർത്തിയില്ലേ? അവളാണെങ്കിൽ ദാണ്ട വളർന്ന വലുതായപ്പോൾ ആഹാരം അവളുടെ എല്ലിൻ്റെ ഇടയിലോട്ട് കയറി. അംബികയുടെ ഈ അഹങ്കാര വർത്തമാനം കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ യാമിനി ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? നിർത്താൻ പറ്റില്ലടി എന്നിങ്ങനെ അംബികയെ ദേഷ്യത്തിൽ തന്നെ പറയുക. എൻ്റെ ആങ്ങളെ അനുഭവിച്ച വേദനയാണ് ഞാൻ ഹൃദയവേദനയോടെ പറയുന്നത്. എന്നിട്ട് അംബിക രാജുവിനെ നോക്കി പറയുക, എടാ ചക്ക, നീയും സൂക്ഷിച്ചോ, ഇവളെ ആ പത്മാവതിയുടെ മോളാ. ചിലപ്പോഴേ ചരിത്രം ആവർത്തിച്ചോന്നിരിക്കും. നിന്നെ തേച്ചിട്ടേ ഇവള് പോവും. അംബികയുടെ ഈ വാക്കുകളെ കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഋതികയെ അങ്ങനെ ചേർത്ത് പിടിച്ച് രാജു ആശ്വസിപ്പിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അംബികയുടെ കളത്തിലാണ് ഇപ്പോൾ പന്ത്. എത്ര ദിവസം അംബിക ഈ പന്തിട്ട് തട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും സത്യം ജയിക്കും. ജഗന്നാഥൻ സത്യങ്ങളെല്ലാം പ്രതാപനോട് പറയും. അങ്ങനെ അംബിക പുറത്താകുകയും ചെയ്യും. അങ്ങനെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.